നമസ്കാരം. എല്ലാ യൂട്യൂബ് പ്രേക്ഷകർക്കും സീക്ക് ആൻഡ് ഫൈൻഡ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റോബർട്ട്. കഴിഞ്ഞ വീഡിയോയിൽ കലണ്ടറിനെ ആസ്പദമാക്കി ഏതൊരു വർഷത്തിൻ്റെയും ഡേ കണ്ടുപിടിക്കുവാൻ മനക്കണക്കിലൂടെ എങ്ങനെ നമുക്ക് സ്വായത്തമാക്കാം എന്നതിനെക്കുറിച്ചാണ് വിശദീകരിച്ചത്. അത് കണ്ടിട്ടില്ലാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് നോക്കാം. സുകുമാര കലകളിൽ സമുന്നതമാണ് സംഗീതം. കർണാടക സംഗീതം എന്ന പേരിൽ രൂപം കൊണ്ട ദക്ഷിണേന്ത്യൻ സംഗീതം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് വളർന്നു വികസിച്ചത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കർണത്തിന് അടക്കമായിട്ടുള്ള, അതായത് കാതിന് സ്വീകാര്യമായ സംഗീതമാണ് കർണാടക സംഗീതം. സംഗീതം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. എത്ര കേട്ടാലും മതിവരാത്തതാണത്. കർണാടക സംഗീതത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ സീക്ക് ആൻഡ് ഫൈൻഡ് ചാനലിലൂടെ അവതരിപ്പിക്കുന്നു. ലോകസംഗീതത്തിലെ രണ്ട് ശാഖകളാണ്. ഒന്ന് പാശ്ചാത്യ സംഗീതം, വെസ്റ്റേൺ എന്നറിയപ്പെടും. രണ്ട് പൗരസ്ത്യ സംഗീതം, ഈസ്റ്റേൺ എന്നും. ഭാരതീയ സംഗീതത്തിലെ രണ്ട് ശാഖകളാണ്. ഒന്ന് കർണാടക സംഗീതം, രണ്ട് ഹിന്ദുസ്ഥാനി സംഗീതം. കർണാടക സംഗീതം ഉപയോഗിക്കുന്നത് കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്ന സംസ്ഥാനങ്ങളിലാണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉപയോഗിക്കുന്നത് വടക്കേ ഇന്ത്യയിലാണ്. തുടർന്ന് വരുന്ന ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ കർണാടക സംഗീതത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക. വലതുവശത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.